ആരോരുമില്ലാത്ത മരുഭൂമിയിൽ വെള്ളമില്ല, ഭക്ഷണമില്ല, മനുഷ്യരില്ല. മേലെ കത്തിജ്വലിക്കുന്ന സൂര്യൻ, താഴെ ചൂടേറിയ മരുഭൂമി, ചുറ്റിലാരുമില്ല. വെള്ളമില്ലാത്തത് കൊണ്ട് പക്ഷികളെപ്പോലും കാണാനില്ല, മൃഗങ്ങളെയും കാണാനില്ല, സസ്യലതാദികളൊന്നും തന്നെ അവിടെ ഇല്ല. അതുകൊണ്ട് തന്നെ ആ ഒരു മരുഭൂമിയിൽ തങ്ങളെ ഒറ്റക്കാക്കി പോകുന്ന ഭർത്താവെന്ന് പറഞ്ഞാൽ ഭാര്യയെ സംരക്ഷിക്കേണ്ടവനാണ്, മക്കളെ സംരക്ഷിക്കേണ്ടവനാണ്, ഉത്തരവാദിത്തമുള്ള ആളാണ്. അങ്ങനെയുള്ളൊരു ഉപ്പ, അങ്ങനെയുള്ളൊരു ഭർത്താവ് മരുഭൂമിയിൽ തങ്ങളെ തനിച്ചാക്കി പോകുന്നത് ഇബ്രാഹിം നബിയുടെ ആദർശത്തിൽ നിന്ന് ഒരിക്കലും ഉൾക്കൊള്ളാൻ കഴിയാതിരുന്ന ഹാജർ റളിയല്ലാഹു തആല അൻഹ തിരിഞ്ഞു നോക്കാതെ നടന്നു പോകുന്ന ഇബ്രാഹിം നബിയോട് അവസാനമായ ഒരു ചോദ്യം ചോദിച്ചു. അതൊരു പർവ്വതത്തിന്റെ ഉച്ചിയിലായിരുന്നു. അദ്ദേഹം മക്കയിലെ ഒരു പർവ്വതത്തിന്റെ മേലെയായിരുന്നു. അവിടുന്ന് താഴോട്ടിറങ്ങിയാൽ ഇനി ഭർത്താവിനെ കാണാൻ കഴിയില്ല. അപ്പോൾ അത് അവസാനത്തെ നിമിഷമാണ് തന്റെ ഭർത്താവുമായി സംവദിക്കാൻ. ഒരൊറ്റ ചോദ്യമേ ഹാജർ റളിയല്ലാഹു തആല അൻഹ അവസാനമായി ചോദിച്ചുള്ളൂ. ആ അല്ലാഹു അമറക ബിഹാദ, അല്ലാഹുവാണോ നിങ്ങളോട് ഇങ്ങനെ പറഞ്ഞിട്ടുള്ളത് ഞങ്ങളിവിടെ ആക്കി പോവാൻ? അതിനു മാത്രം ഇബ്രാഹിം അലൈഹി സ്വലാത്തു വസ്സലാം തിരിഞ്ഞു നിന്നുകൊണ്ട് ഒരു മറുപടി പറഞ്ഞു. നഅം, അതെ, ഇത് അള്ളാഹു പറഞ്ഞിട്ട് ചെയ്യാൻ, എൻ്റെ ഇഷ്ടപ്രകാരമല്ല. അപ്പോൾ ഹാജർ റളിയല്ലാഹു തആല അൻഹ പറഞ്ഞ മറുപടിയാണ് ലോകത്തിലെ മുഴുവൻ മുസ്ലിമീങ്ങൾക്കും സ്വീകരിക്കാനുള്ള ആദർശം. ഇദൻ ലൻ യുദയ്യിഅനാ, അങ്ങനെയാണെങ്കിൽ അള്ളാഹു ഞങ്ങളെ കൈയൊഴിയൂല. ഇത് റബ്ബിന്റെ കൽപ്പന അനുസരിച്ചത് കൊണ്ടാണോ? ഒരിക്കലും റബ്ബ് കൈയൊഴിയുകയില്ല, ഒരിക്കലും അല്ലാഹു സുബ്ഹാനഹു വ തആല കൈവിടുകയില്ല. അതാണ് ഈമാൻ, അതാണ് നിർഭയത്വം, അതാണ് സമാധാനം, അതാണ് ഇസ്ലാം. അള്ളാഹുവിന് ജീവിതത്തെ മുഴുവൻ സമർപ്പിക്കുമ്പോഴും പ്രപഞ്ചത്തിന്റെ സൃഷ്ടാവിനാണ് ഞാൻ സമർപ്പിക്കുന്നത്, ആ റബ്ബെന്നെ കൈയൊഴിയുകയില്ല എന്ന സമാധാനമാണ് ഇസ്ലാം. അങ്ങനെ സമാധാനം അടയുന്നവനാണ് മുസ്ലിം.